സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലായി, ഒരു വ്യക്തിയായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടു. ഒരു 10-30 വർഷം മുമ്പ് ഇങ്ങനൊരു സദസ്സിൽ ഇത്രയും സ്ത്രീകളൊന്നും വന്നിങ്ങനെ ഇടകലർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് സ്ത്രീയെ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയിൽ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ഉൾവെളിച്ചം നമുക്ക് തരുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴാണ്. ഈ രാഗത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ധാരാളം കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള ഒരു രാഗമാണ്. ഈ പുസ്തകം നമുക്ക് വായനാനുഭവം അത് തന്നെയാണ്. ഇറക്കങ്ങളെക്കാൾ കൂടുതൽ കയറ്റങ്ങളാണ് എന്നുള്ളത്. എൻ്റെ പേര് ഹബീബ. ഞാനിവിടെ ബാലുശ്ശേരിക്കാരിയാണ്. എൻ്റെ ആദ്യത്തെ നോവലാണ് ഹമീർ കല്യാണി. പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് തിരഞ്ഞെടുത്തതെന്ന്. അത് പലപ്പോഴും സംഗീതം എനിക്ക് വളരെ ഇഷ്ടമാണ്. രാഗങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഓരോ രാഗങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും. അങ്ങനെ ഈ എൻ്റെ കഥയിലെ സൈറ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതം എനിക്കൊരു ഹമീർ കല്യാണി രാഗം പോലെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നോവലിന് ഹമീർ കല്യാണി എന്ന് ചേർത്തത്. ഒരിക്കൽ കണ്ണൂർ ഫോർട്ടിൽ പോയ സമയത്ത് അവിടെ കാറ്റിങ്ങനെ മൂളിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കടലിൻ്റെ ഇരമ്പവും എൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കഥാപാത്രത്തിനും ഈ കാറ്റിൻ്റെയും ഈ കടലിൻ്റെയും രാഗമാണ്. ആ രാഗത്തിന് എനിക്ക് തോന്നിയത് ഹമീർ കല്യാണി രാഗം. അങ്ങനെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ എൻ്റെ നോവലിനെ ഹമീർ കല്യാണി എന്ന് ചേർത്തത്. എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഒറ്റ നക്ഷത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എഴുതി കൂട്ടിയ എൻ്റെ വാക്കുകളുടെ സമാഹാരമായിരുന്നു അത്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടാമത് എഴുതിയതാണ് ഹമീർ കല്യാണി.